കൊലപാതകമാണ്. ഷിബിന്റെ കൊലപാതകം അന്വേഷിക്കണം. ഷിബിന്റെ കൊലയാളികൾ ആരായിരുന്നാലും അവർ അറസ്റ്റ് ചെയ്തേ മതിയാകൂ. ഷിബിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഞങ്ങൾക്കൊരു കാര്യം മുന്നോട്ട് വെക്കാനുണ്ട്. ഷിബിൻ അവിടെ കൊല്ലപ്പെടുമ്പോ അവിടെ സംഘർഷത്തെ തുടർന്നുകൊണ്ടാണ് കൊലപാതകം നടന്നത്. ആസൂത്രിതമല്ലല്ലോ ഷിബിന്റെ കൊലപാതകം. ഒരു സംഘം ആളുകൾ യൂട്ടന്റെ മറവിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് ഷിബിൻ ഒറ്റപ്പെട്ടു വരുന്ന സമയത്ത് ആക്രമിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയതല്ലല്ലോ. അങ്ങനെയാണല്ലോ കണ്ണൂർ പല ഭാഗത്തും രാഷ്ട്രീയ സംഘർഷം പോലും ഉണ്ടാകുന്നത്. ആ വിധത്തിലല്ല ഷിബിൻ കൊല്ലപ്പെട്ടത്. ഷിബിൻ കൊല്ലപ്പെട്ടത് ആളുകൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നുകൊണ്ടാണ് അവിടെ കൊലപാതകം നടന്നിട്ടുള്ളത്. ആ വിധത്തിൽ സംഘർഷത്തെ തുടർന്നുകൊണ്ട് കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകം കഴിഞ്ഞതിന്റെ ശേഷം ഷിബിനെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് ആ സുഹൃത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ബാധ്യത പാർട്ടി പ്രവർത്തകരെന്ന് പറഞ്ഞ് നടക്കുന്ന സഖാക്കൾക്കില്ലേ? എന്നിട്ട് എന്താ ചെയ്തത്? ഷിബിൻ വെട്ടേറ്റ്, ഷിബിൻ കുത്തേറ്റ്, ഷിബിൻ അടികൊണ്ട് വീണ സമയത്ത് ഷിബിനെ പോലെ അടികൊണ്ടവർ മറുഭാഗത്തുണ്ട്, ഷിബിനെ പോലെ കുത്തുകൊണ്ടവർ മറുഭാഗത്തുണ്ട്. അവർക്കൊക്കെ ആശുപത്രി ചികിത്സ കിട്ടി. എന്നാൽ ഷിബിന് ആശുപത്രി ചികിത്സ കൊടുക്കാതെ നേരെ തൂണേറിൽ നിന്നുകൊണ്ട് കുറ്റ്യാടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? കുറ്റ്യാടി കൊണ്ട് പട്ടർ മൂക്ക് പിടിച്ച പോലെ വടകരയിലേക്ക് വരേണ്ട കാര്യം എന്താണ്? പിന്നെന്താ മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ട കാര്യം? നേരെ നാദാപുരത്ത്, വടകരയിൽ, കോഴിക്കോട്ട് നല്ല ആശുപത്രികൾ ഉണ്ടായിട്ട് ആ ചികിത്സ ഷിബിന് കൊടുക്കാതെ ഷിബിന്റെ പൊട്ടിയ ശിരകൾ കൊണ്ട് ബ്ലഡ് വാർന്നൊഴുകുന്നത് വരെ കുറ്റ്യാടിയിൽ കൊണ്ടുപോയി വാഹനത്തിൽ താമസിപ്പിച്ചുകൊണ്ട് ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കാനുള്ള സഖാക്കളുടെ കൊലപാതകരെ കൊണ്ടല്ലോ അതെന്താ മറക്കു പോകുന്നത്? അത് പുറത്തു കൊണ്ടുവരണം. ഞങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം അതാണ്. ഷിബിന്റെ കൊലപാതകം തെറ്റാണ്. പക്ഷേ കൊല്ലപ്പെടാൻ മാത്രം ഷിബിന്റെ രക്തം വാർന്നൊഴുകുന്നത് വരെ അവന്റെ ബോഡി വെച്ച് താമസിപ്പിച്ച CPM സഖാക്കളും തുല്യ കുറ്റവാളിയാണ്. അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തേ തീരൂ. ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഒരു ജുഡീഷ്യൽ അന്വേഷണം. ഒരു ജുഡീഷ്യൽ അന്വേഷണം അവിടെ ഉണ്ടായേ തീരൂ. എങ്കിൽ മാത്രമേ അവിടെ ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാദാപുരം പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. നാദാപുരം വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ നോക്കുകുത്തിയാവാൻ പാടില്ല. മനുഷ്യാവകാശ കമ്മീഷനിൽ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യമില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യമില്ല. ചില കുറ്റിയടിച്ച ഏമാന്മാർ വളയത്തും കല്ലാച്ചിയിലും നാദാപുരത്തും വാണിമേലും അവന്റെ തറവാടിന്റെ സ്വത്തിന് ശമ്പളം കിട്ടുന്ന പോലെ ഏമാൻ അവിടെ അടങ്ങിയിരിക്കുകയാണ്. അവൻ എന്താണ് അവിടെ ഇരിക്കേണ്ട കാര്യം? ഞങ്ങൾ പറയുന്നു കേരള ആഭ്യന്തര വകുപ്പിനോട് ഒരു ധവളപത്രം പ്രസിദ്ധീകരിക്കണം. കോഴിക്കോട് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ഒരു ധവളപത്രം പ്രസിദ്ധീകരിക്കണം. എത്ര കാലമായി നാദാപുരത്ത് ചില ഏമാന്മാർ ഇരിക്കുന്നു. അവർക്ക് എന്താണ് അവിടെ? കല്യാണം കഴിച്ച ബന്ധമല്ലല്ലോ. അവിടെ എന്ത് കാലത്തിനാണ് ഇരിക്കുന്നത് ഈ പോലീസുകാർ? അതുകൊണ്ട് അവന്റെ അടിയിലൊക്കെ എന്തിരിക്കുന്നു എന്ന് അന്വേഷിച്ച് വർഗീയ പ്രശ്നങ്ങൾ ആരോപിക്കപ്പെട്ട ആളുകളെ ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ കേവലം വെറുമ്പാക്ക് പറയുന്നതല്ല. പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ഇന്ന പോലീസുകാർ വർഗീയത കളിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ ആ സ്ഥലത്ത് കൊണ്ട് മാറ്റിയേ തീരൂ. ആ ധവളപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മുസ്ലിം സമുദായത്തിന് നാദാപുരത്ത് പ്രാതിനിധ്യമില്ലാത്തത് മുസ്ലിമീങ്ങളായ യോഗ്യരായ ചെറുപ്പക്കാരുണ്ടല്ലോ. ജനാധിപത്യപരമായ ജനസംഖ്യാടിസ്ഥാനത്തിൽ ആനുപാതികമായി നാദാപുരത്തും പരിസരത്തും പോലീസ് സ്റ്റേഷനുകളിൽ മുസ്ലിമീങ്ങൾക്ക് അധികാരം കിട്ടണം. പോലീസുകാരെ അവിടെ നിയമിക്കണം. അല്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന മുസ്ലിമീങ്ങൾ മുട്ടി വിറച്ചും തളർന്നു വീണുകൊണ്ടും വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടാതെ കട്ടപ്പെട്ടുകൊണ്ടും ഏമാന്റെ മുമ്പിൽ വിറച്ചു നിൽക്കാവുന്ന അവസ്ഥയിലേക്ക് നാദാപുരത്തെ മുസ്ലിമീങ്ങളാകാൻ പാടില്ല. അതുകൊണ്ട് വരുമ്പോൾ മാന്യമായി പെരുമാറുന്ന പോലീസുകാരുണ്ടാവണം. അവിടെ കഷ്ടതകൾ എന്താണെന്ന് പഠിക്കാൻ ചോദിച്ചറിയാൻ വരുന്ന പോലീസുകാരുണ്ടാകണം. അതുകൊണ്ട് നിലവിലുള്ള വർഗീയ പോലീസുകാരെ മാറ്റി മാന്യപരമായ ന്യൂനപക്ഷത്തിന് പ്രാതിനിധ്യം കിട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നാദാപുരത്ത് നിയമിച്ചു തീരൂ. മനുഷ്യാവകാശ കമ്മീഷനുകളിൽ മുസ്ലിമുകൾ ഉണ്ടാകണം. ഇപ്പോ മുസ്ലിം സമുദായത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷന് പ്രാതിനിധ്യമേ ഇല്ല. മലബാർ പ്രദേശത്തെ KE ഗംഗാധരൻ കഴിഞ്ഞ ദിവസം സ്ഥാനം ഒടുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നു മലബാറിലെ മുസ്ലിം സമുദായത്തോടൊപ്പം നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഭരണകൂടം ചെയ്യേണ്ടത് ഈ മലബാർ പ്രദേശത്ത് KE ഗംഗാധരൻ ഒടുങ്ങിയിട്ടുള്ള ആ മനുഷ്യാവകാശ പ്രവർത്തകന്റെ പോസ്റ്റിലേക്ക് മുസ്ലിമീങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ ഗവൺമെന്റ് ഇച്ഛാശക്തി കാണിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യം.
ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇത് SYS തുടക്കം കുറിച്ചുള്ള സമരമാണ്. ഞങ്ങൾ തുടങ്ങിയപ്പോഴേക്കും അത് കേൾക്കാൻ ചില പോലീസുകാർക്ക് സൗകര്യമില്ലാത്രേ. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുന്നത് പോലും അലർജിയാണെങ്കിൽ നിങ്ങളുടെ കാത് തുറപ്പിക്കും, അല്ലെങ്കിൽ കാക്കി വെച്ചിക്കേണ്ടി വരും. ആവശ്യപ്പെടാനുള്ളത്, ഞങ്ങൾ കലക്ടറെ കാണും, നിവേദനം ഞങ്ങൾ സമർപ്പിക്കും. മാന്യമായി കലക്ടർ അത് സ്വീകരിക്കുകയും മാന്യമായി ഇടപെടലുകൾ നടത്തുമെന്ന് പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ വിശ്വാസം തെറ്റുന്ന വിധത്തിലാണ് ഞങ്ങൾ കലക്ടറേറ്റ് നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നാൽ അത് വരാവുന്ന സമരമാണ്. അത് സെക്രട്ടേറിയറ്റിൽ പോലും തടഞ്ഞു വെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ ചില ആളുകൾക്ക് മണ്ഡലിക്ക് പോലും നീർക്കോലിക്ക് പോലും വിഷം കൂടിയ സമയമാണ്. ഭരണം മേമാന അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ കിട്ടിയെന്ന് നോക്കുമ്പോഴേക്കും ഗോവധം പാടില്ലാത്രേ. ചില ശശികല ടീച്ചർമാർക്ക് മൂർച്ച കൂടുകയാണ്. ഞങ്ങൾക്ക് ക്ഷമക്കൊരു പരിധിയുണ്ട്. ഇത് കേരളമാണ് ശശികല, ഇത് ഗുജറാത്തല്ല, ഇത് കേരളമാണ്. കേരളത്തിൽ അല്ലാഹുവിന്റെ ദീൻ നടപ്പാക്കാവുന്ന വിധം ഭരണഘടന തരുന്ന അധികാരം, ആ അധികാരം വെച്ചുകൊണ്ട് അല്ലാഹു തറക്കാനുള്ള തടസ്സമാണ് നിന്റെ എംബോക്ക് കണ്ടി പഠിപ്പിക്കുന്നതെങ്കിൽ അത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട ശൈലി പ്രതികരിക്കാൻ മുസ്ലിം സമുദായം തയ്യാറാകും. എന്റെ പള്ളി ആരാധിക്കുന്നവരുണ്ടല്ലോ, പാമ്പിനെ പൂജിക്കുന്നവരുണ്ടല്ലോ, പാമ്പിനെ കൊല്ലണ്ടെന്ന് പറയോ? എലിയെ ആരാധിക്കുന്നവരുണ്ടല്ലോ. ശശികല, നിങ്ങളുടെ കൂട്ടത്തിൽ കോടിക്കണക്കിന് ദൈവങ്ങൾ ആരാധിക്കുന്ന ഞാനിവിടെ ആരാധന ചീത്ത പറയുന്നില്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ എലിയെ ആരാധിക്കുന്നവർ എലിയെ കൊല്ലണ്ടെന്ന് പറയോ? പാമ്പിനെ ആരാധിക്കുന്നവർ പാമ്പിനെ കൊല്ലണ്ട എന്ന് പറയുമോ? ഞങ്ങൾ ഇവിടെ കൊല്ലുകയല്ല. ഇവിടെ അല്ലാഹു അവന്റെ ഭക്ഷണമായി മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ള ഭക്ഷണം അനുഭവിക്കുന്നു എന്നേയുള്ളൂ. ചില ആളുകൾ, ചില സിനിമാ നടിമാർ വലിയ ആളാവാൻ ശ്രമിച്ചുകൊണ്ട് പല ഭാഗത്തും പറഞ്ഞു, ഞാനിനി ബീഫ് കഴിക്കില്ല, എന്റെ വീട്ടിൽ അത് കൊണ്ടുവരില്ല. ഒരു വർഷം മുമ്പ് ഏമാൻ അങ്ങ് ഗൾഫിൽ പോയപ്പോൾ മുട്ടാനും പൊരിച്ചത് അതേ ബീഫാണ്. അത് പുറത്തു വന്ന സമയത്ത് സുരേഷ് ഗോപി നാണം കെട്ടുപോയി. ഇത്തരം സുരേഷ് ഗോപിമാരെ നാറിയവനെ പേറിയവനും നാറും എന്ന് മനസ്സിലാക്കണം. അത്തരം സിനിമാ നടന്മാരെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് വർഗീയത കളിക്കുന്നതെങ്കിൽ ആ വർഗീയത കണ്ടുകൊണ്ട് ഒളിച്ചോടാനുള്ള ഭീരുക്കളല്ല മുസ്ലിങ്ങൾ. ഞങ്ങൾ ഇന്ത്യക്കാരായി മുസ്ലിമായി അന്തസ്സോടെ ജീവിക്കും. ആ ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശത്തിനെതിരെ ധ്വംസനം നടത്തിയാൽ ഞങ്ങൾ മാന്യമായ രൂപത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നു, ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കുക തന്നെ ചെയ്യും. അത് കേന്ദ്രം ഭരിച്ചാലും കേരളം ഭരിച്ചാലും അവരുടെ മുമ്പിൽ ഈ വിഷയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. ഒരൊറ്റ പ്രസംഗം മാത്രമേ ഉള്ളൂ. പിന്നെ നാദാപുരം മേഖലയിൽ